കൊള്ളില്ലേ? ബൺ മസ്ക് ഉണ്ടാക്കിയിട്ട് വരാം നമുക്ക്. അപ്പോൾ നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ ഞാൻ പറഞ്ഞത് അൺസാൾട്ടഡ് ആണ്. നേരത്തെ ഒക്കെ ഐസ് ആയിരുന്നു. നേരത്തെ ഈ കാണുന്ന പനീറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ആ ഒരു ബട്ടറിന് ഒരു ചെറിയൊരു ഐസ്ക്രീം ഫ്ലേവറും കൂടെ ഫീൽ ചെയ്യും കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഞാൻ ബണ്ണിനെ ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ആ ബട്ടർ ഇട്ടിട്ട് എനിക്ക് സാധാ ബന്ന കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടൊന്ന് ടോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സത്യമായിട്ട് കൊള്ളാമോ? കള്ളം പറയുന്നത്. ഇതൊക്കെ നോക്കി ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് തിന്നാന് ചൂട് കാണുമ്പോൾ തിന്നാൻ. കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ബട്ടറിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ളതല്ല കേട്ടോ. എനിക്കിഷ്ടം നല്ലതാണെന്ന് അറിയത്തില്ല. ഇത് മറ്റേ നമ്മുടെ ആ ഒരു ബർഗർ കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നത്. എനിക്ക് സാധാ തന്നെ കിട്ടുള്ളൂ. കുഴപ്പമില്ല. എനിക്ക് ബട്ടറിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പറയത്തൊക്കെ അങ്ങനെ ഒരു ഹൈപ്പായിട്ട് എനിക്ക് നീ ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും കാണിക്കുന്ന റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും ഒരു ഭയങ്കര ഒരു വൗ ഫാക്ടർ ഒന്നും ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കൊള്ളാം, അത്രേ ഉള്ളൂ. ഇനി ഇറാനി ചായ ഒന്ന് നമുക്ക് ഇത് നോക്കട്ടെ. ചായ ഡിപ്പ് ചെയ്യുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര ഒരു വാവ് ഫാക്ടർ ആണെന്ന് എനിക്കറിയില്ല. ഇത് കൊണ്ടുവന്ന ടീമിന്റെ ചിലപ്പം അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ കൈമാറി വന്ന ഒരു റെസിപ്പിയാണ്. ചായ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. ചിലവർക്ക് ഈ ബട്ടർക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർക്കും ഈ ഒരു ഫ്ലേവർക്ക് ഇഷ്ടമുള്ളവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം എൻ്റെ ബൺ മസ്ക പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓപ്പസിന് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ട് അവനും അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചൂട് ചായ ചൂട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.